നെയ്യാറ്റിൻകര ചെങ്കൽ UP സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം. പാമ്പുകടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരിയുടെ നിലയിൽ പുരോഗതി. അതേസമയം സ്കൂൾ സുരക്ഷിതമല്ലാത്ത നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചെങ്കൽ UP സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിശോധന നടത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷന്റെയും നെയ്യാറ്റിൻകര DEOയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കടുത്ത വീഴ്ചയുള്ളതായി പരിശോധനയിൽ കണ്ടെത്തി. അതാണ് പരിശീലനം കഴിയുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിക്ക് പാമ്പ് കടി ഏറ്റതാണെന്നാണ് മനസ്സിലാകുന്നത്. നമ്മൾ റിപ്പോർട്ട് എടുക്കാം. പിന്നെ ഇത് ക്ലീൻ ആക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില സൂചനകൾ കാണുന്നുണ്ട്. അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെന്തായാലും ക്ലീൻ ചെയ്യും. സർക്കുലർ ഉണ്ടായിരുന്നു. കർശനമായിട്ട് നമ്മൾ ആ സർക്കുലറെല്ലാം പറഞ്ഞതാണ്. സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പും അറിയിച്ചു. അപ്പോൾ ഞാനും JPH സ്കൂൾ ഹെൽത്ത് നേഴ്സുമായിട്ട് ഇവിടെ വന്നിരുന്നു. അപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തായിരുന്നു. ഇവിടെ അടുത്തൊക്കെ ഈ ചെള്ളുപനിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കാട് വെട്ടി തെളിക്കാനും അതുപോലെ ഇവിടുത്തെ സോഴ്സ് റിഡക്ഷൻ ചെയ്യുന്നതിനും എല്ലാം സ്കൂൾ മാനേജ്മെന്റിനെയും ഹെഡ് മാസ്റ്ററെയും എല്ലാം അറിയിച്ചിട്ടുണ്ട്. സ്കൂളും പരിസരവും കാട് പിടിച്ച നിലയിലാണ്. ക്ലാസ് റൂമുകളും ശൗചാലയങ്ങൾക്കും വേണ്ടത്ര സുരക്ഷിതത്വമില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത വീഴ്ചയാണ് കുട്ടിക്ക് പാമ്പ് കടിയേൽക്കാൻ കാരണമെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസമാണ് 12 വയസ്സുകാരി നേഹയ്ക്ക് പാമ്പ് കടിയേറ്റത്. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടെ ക്ലാസ് മുറിയിൽ വെച്ചായിരുന്നു കടിയേറ്റത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച നേഹയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ജനം, തിരുവനന്തപുരം.